ഗായ്സ്, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. എന്താണെന്നല്ലേ, അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ആ സാധനം കാണിച്ചു തരാം. നിങ്ങൾ വാ. ഇവിടാണ്, കാണുന്നില്ലല്ലോ ഇവിടെങ്ങും. കുറച്ച് അങ്ങോട്ട് നോക്കാം. നോക്കട്ടെ, കാണുന്നില്ലല്ലോ. ഇതേ കിട്ടിപ്പോയി മക്കളെ, കിട്ടിപ്പോയി. കാണിച്ചുതരാം. ഇതാണ് സാധനം. എന്താണെന്നറിയാം നിങ്ങൾക്കിത്? പിന്നെ ഞങ്ങൾ ഇവിടെ ഇതിന് പാറത്താളി എന്ന് പറയും. പിന്നെ തലയിൽ താരൻ, മുടി കൊഴിച്ചൽ, കൂടുതലും ഈ താരൻ കാരണം ചൊറിച്ചലുണ്ടാവില്ലേ, അത് പോകാൻ ഏറ്റവും ബെസ്റ്റ് സാധനം കേട്ടോ ഇത്. ആഴ്ചയിലൊരു 2 വട്ടം യൂസ് ചെയ്താൽ മതി. നല്ല കിഡിലൻ റിസൾട്ടാട്ടോ. ഞാൻ യൂസ് ചെയ്യാറുള്ളതാണ്. യൂസ് ചെയ്ത് എനിക്കിതുപോലെ തന്നെ മുടിയിൽ ഒരുപാട് താരൻ ഉണ്ടായിരുന്നു. അപ്പം ഇതാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുടിയിലെ ചൊറിച്ചലിന് നല്ല മാറ്റമുണ്ട്, താരനും കുറയുന്നുണ്ട്. ഇതാണ് സാധനം, പാറത്താളി. നിങ്ങൾ കണ്ടിട്ടുണ്ടത്? എന്താ, നമ്മളെ പറമ്പിലൊക്കെ, നമ്മളെ ചുറ്റുള്ള പറമ്പിൽ ഒരുപാട് ധാരാളമായിട്ട് കിട്ടുന്ന സാധനം തന്നെയായത്. പിന്നെ ഞാൻ കുറച്ച് അന്വേഷിച്ച്, ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നും കാണുന്നില്ല. അങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ. മുകളിലോട്ടൊക്കെ ഉണ്ടാവും, ഞാൻ അങ്ങോട്ട് അധികം പോകാനിട്ടാ. അപ്പോൾ ഇതാണ് സാധനം. എനിക്കിപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അത്രയും വരച്ചിട്ടില്ല, എനിക്ക് മാത്രമല്ല ഉപയോഗിക്കേണ്ടതുകൊണ്ട് അത്ര കുറച്ചേ വേണ്ടുള്ളൂ. ഇത്ര എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളെടുക്കാം. ഇനി ഇത് ഈ ബൗളിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം, കുറച്ചേ വേണം കേട്ടോ, കുറച്ച് വെള്ളം മതി. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ചെമ്പരത്തിൻ്റെ 2 ഇലയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ എടുക്കണ്ട. 2 ചെമ്പരത്തിയുടെ ഇലയും കൂടെ ആഡ് ചെയ്താൽ നല്ലതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ എടുക്കണമെന്നില്ല. ഇനി ഇത് രണ്ടും കൂടി ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. മിക്സിയിലിട്ടൊന്നും അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ നന്നായിട്ടൊന്ന് ഞെരടി കൊടുത്താൽ മതി. നന്നായിട്ട് അതിൻ്റെ ഇതൊക്കെ ഇങ്ങ് പോരും. നന്നായിട്ട് ഇതുപോലെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങനെ അങ്ങ് കിട്ടും. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ, എന്നാലേ ആവുള്ളൂ. ഇതുപോലെ ആയി കിട്ടണം. നമുക്കിതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഇലയൊക്കെ എടുത്ത് കളയണം. നമുക്കൊരു അരിപ്പ വെച്ച് അരിച്ചെടുക്കുന്നതായിരിക്കും കൂടുതലും നല്ലത്. അതുപോലെ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഒരു അരിപ്പ എടുക്കണം, വേറൊരു ബൗളും എടുക്കണം, അതിലോട്ട് മാറ്റിയിടാം. അപ്പോൾ ഞാനൊരു അരിപ്പയും ഒരു കപ്പും എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ടിത് നമ്മൾ ആക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ടിങ്ങനെ കുഴച്ചിട്ട് അതിൻ്റെ നീര് മൊത്തം എടുക്കണം കേട്ടോ. അതിനകത്ത് ഒരുപാടുണ്ട് നീര്. അതിങ്ങനെ എടുക്കണം. ഇതുപോലെ നല്ല കുഴമ്പ് പോലെ കിട്ടണം നമുക്ക്. നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കണ്ടോ, ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനിയില്ലേ, ഇത് കുറച്ച് സമയം ഇത് ഞാൻ മറ്റേ ബൗളിലേക്ക് തന്നെ മാറ്റി വെക്കാം കേട്ടോ. എല്ലോട്ട് ഒഴിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ചൊരു ലൂസായിട്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്കിത് കുറച്ച് സമയം എടുത്ത് വയ്ക്കാം. അതിൻ്റെ ഇടയിൽ
എന്താ കണ്ടോ, അപ്പോഴേക്കും നമ്മളിത് സാധനം സെറ്റായിട്ടുണ്ട് കേട്ടോ. എന്താ കുറച്ച് സമയം വെച്ചാൽ ഇതുപോലെ കിട്ടും, നന്നായിട്ട് ഇതായി കിട്ടും. അധികം വെച്ച് കഴിഞ്ഞാൽ വെറും കട്ടയായി പോകും കേട്ടോ. അതുകൊണ്ട് കുറച്ച് സമയം വെക്കാൻ പാടുള്ളൂ. ഒരു 10 മിനിറ്റ് വേണ്ടെന്ന് തോന്നുന്നു. കുറച്ച് സമയം വെക്കുക, ഇതുപോലെ കിട്ടും. ഇനി ഇത് നന്നായിട്ട് തലയിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് തേച്ച് കൊടുക്കണം. അതിൻ്റെ ഇടയിൽ എൻ്റെ മോളും വന്ന് നിന്നിട്ടുണ്ട്, അവളും തേക്കുന്നുണ്ട്. നന്നായിട്ട് ഇതുപോലെ തലയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കണം കേട്ടോ. ഇതുപോലെ തലയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ട് ആക്കി കൊടുക്കണം. എന്നിട്ടൊരു 10 മിനിറ്റിന് ശേഷം ഇത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റിന് ശേഷം കഴുകി കളയാവുന്നതാണ് കേട്ടോ. അധിക സമയം വെക്കണ്ട, 10 മിനിറ്റ്, അതിൽ കൂടുതലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. 10 മിനിറ്റ് അല്ലെങ്കിൽ 1/4 മണിക്കൂർ വേണമെങ്കിൽ വെച്ചോ, എന്നിട്ട് കഴുകി കളയാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടും വേണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.